ശക്തിയുടെ സന്ദേശം. അപ്പൊ കൊലപാതകത്തിന്റെ ചരിത്രമാണോ മഹാഭാരതം? കൊലപാതകങ്ങൾ, മരണങ്ങൾ, യുദ്ധങ്ങൾ വേണമോ വേണ്ടേ? സാമാന്യൻ യുദ്ധം വേണോ വേണ്ടേ? സാമാന്യം നമ്മൾ ഒരു യുദ്ധം വേണ്ട എന്ന് പറയും. പക്ഷെ 26 ആളുകളെ കലിമ കൊല്ലാൻ അറിയാത്തതിന്റെ പേരിൽ വെടിവെച്ച് വന്നാൽ യുദ്ധം വേണമോ വേണ്ടയോ? അപ്പൊ നിങ്ങൾ രണ്ടും പറയുന്നു. അപ്പൊ യുദ്ധം എങ്ങനെ ഉണ്ടാവുന്നു? മാനുഷികതയ്ക്കെതിരെ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ, ഒരു രാഷ്ട്രത്തിന്റെ സ്വൈര ജീവിതത്തിനെതിരെ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ, വീട്ടിന്റെ ഉള്ളിൽ കയറിയ കള്ളനെ കൊല്ലുവാൻ നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്. ഒരു ദിവസം പോലും നിങ്ങൾ ജയിലിൽ കിടക്കണ്ട, വീട്ടിന്റെ ഉള്ളിൽ വെച്ച് കൊല്ലണമെന്ന് മാത്രം. എന്ന് കരുതി ഞാൻ കള്ളനെ കൊല്ലാൻ പറഞ്ഞൊന്നും പറഞ്ഞേക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരില്ല ഉറപ്പായിട്ടും. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറി വന്ന് വാതിൽ പൊളിച്ച് അതിക്രമിച്ച് കയറി വന്ന ആളെ ജീവരക്ഷാർത്ഥം ഇല്ലായ്മ ചെയ്യുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടത്. മനസ്സിലായില്ലേ? എപ്പോഴാണ് നമുക്ക് ആയുധം കയ്യിലെടുക്കേണ്ടി വരുന്നത്? അപ്പം മരണം പാപമാണോ, കൊലപാതകം പാപമാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ചിറക്കലിൽ ഒരു പട്ടാളക്കാരുണ്ട്, ഇന്ത്യൻ ആർമിയിലെ മേജറോ ആരെങ്കിലും ആവട്ടെ, ക്യാപ്റ്റനോ ആരെങ്കിലും ആവട്ടെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തു, 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ അയാൾ വെടിവെച്ച് കൊന്നു, അയാൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുക? ചെണ്ട, ആന, അമ്പാരി എല്ലാം ഉണ്ടാവും അല്ലേ? നാട്ടിൽ ലീവിൽ വന്ന സമയത്ത് ഒരു അതിർത്തി തർക്കം ഉണ്ടായി, ആൾക്കാരനെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു, അയാൾ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുക? ആന, അമ്പാരി ഉണ്ടാവുക? ഇല്ല. 100 ആളെ കൊന്നപ്പോൾ ഒരുപാട് അവാർഡ്, ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയർ. രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന BJP നേതാവിനെ കൊന്ന ആ പ്രതികളിൽ 16 പേർക്കാണ് കോടതി ഇപ്പോൾ തൂക്കുകയർ വെച്ചത്. 16 പേർക്ക്. തൂക്കി കൊല്ലുമെന്നുള്ള അറിയില്ല, അത് കോടതി, സുപ്രീം കോടതി തീരുമാനിക്കും. ഒരാളെ കൊന്നതിന് പകരം 16 ആളുകളെ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ 100 ആളെ കൊന്നപ്പോൾ അവാർഡ്, ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയർ. അതെന്തുകൊണ്ടാ? അപ്പൊ കൊന്നതല്ല പ്രശ്നം, എന്തിനു വേണ്ടി കൊന്നു എന്നതാണ് പ്രശ്നം. എന്തിനു വേണ്ടി കൊന്നു? ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിൽ ശത്രുവിനെ കൊല്ലുന്നത് പാപമാണോ? അല്ല. ഇന്ത്യ 5 പ്രാവശ്യം ഫൈറ്റ് ചെയ്തു പാകിസ്ഥാനോട്. 1947, 65, 71, 99 കാർഗിൽ യുദ്ധം, റീസെന്റ് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ, 5 ഫൈറ്റിംഗ്. 62 ഒരു യുദ്ധം ചൈനയോട്. അങ്ങനെ ടോട്ടൽ 6 യുദ്ധം സ്വതന്ത്ര ഭാരതം ചൈനയോടും 5 പാകിസ്ഥാനോടും നടത്തിയിട്ടുണ്ട്. ടോട്ടൽ 6 യുദ്ധം. നമ്മുടെ ഒരുപാട് സൈനികർ മരിച്ചിട്ടുണ്ട്, ധാരാളം പേരെ നമ്മുടെ സൈനികർ കൊന്നിട്ടുണ്ട്. 71 90,000 പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മൾ പിടിച്ചു വെച്ചു, പിന്നെ അത് മോചിപ്പിച്ചു കൊടുത്തു. അതൊക്കെ നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ സൈന്യം യുദ്ധത്തിൽ ആളെ കൊല്ലുന്നത് പാപമല്ല എങ്കിൽ 5000 കൊല്ലം മുമ്പ് ഇന്നത്തെ ഹരിയാനയിലെ കുരുക്ഷേത്രത്തിലുണ്ടായ യുദ്ധത്തിന്റെ പേരാണ് മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം. പോയാൽ കാണാം. കുരുക്ഷേത്രത്തിൽ പോയവർ കൈ വെക്കുമോ? എന്താ കുരുക്ഷേത്രത്തിൽ പോയവരുണ്ടോ? കുറച്ച് പേരുണ്ട് അല്ലേ? ഓക്കെ സാർ, സാറ് ഒരു നല്ലയുടെ പോയിട്ടുണ്ടല്ലേ? ഓക്കെ. കുരുക്ഷേത്ര ഹരിയാനയിലാണ്. ഭഗവാൻ ഗീതോപദേശം ചെയ്ത അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പോകണം സമയം കിട്ടുമ്പോഴൊക്കെ. ഒരു മുട്ടയിൽ കയറിയത് പോലെ ഉണ്ടാവും. അപ്പം കുരുക്ഷേത്ര, അവിടെ വെച്ചിട്ടാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന സാഹചര്യമാണ് 40 ലക്ഷത്തിൽ പര ആളുകളുടെ മരണത്തിന് കാരണമായ ഈ യുദ്ധത്തിന്റെ കാരണത്തെയാണ് നമുക്ക് ഇന്ന് നാളെയായിട്ട് പരിശോധിക്കേണ്ടത്. മഹാഭാരത തത്വവിചാരം. 9 മണിയുണ്ട്. മഹാഭാരതത്തിൽ ആരംഭിക്കുന്നത്, നമുക്ക് ഒരുപാട് ചരിത്രത്തിൽ പറയാൻ നമുക്ക് സമയമില്ല, നാളെ കൊണ്ട് ഏകദേശം ധാരണയാക്കേണ്ടതുണ്ട്. ശന്തനുവിൽ തുടങ്ങും. ശന്തനു മഹാരാജാവ്, ധർമ്മിഷ്ഠൻ, സത്യസന്ധൻ. പക്ഷെ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്. സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ടാൽ അദ്ദേഹത്തിന് കല്യാണം കഴിക്കണമെന്ന് തോന്നും. അങ്ങനെ ഗംഗയെ കണ്ടു. ആരെ കണ്ടു? അതീവ സുന്ദരി. ഗംഗയോട് ഐ ലവ് യു പറഞ്ഞു ആരെ? ശന്തനൻ. പെൺകുട്ടികൾ നോ പറയുവാനും ആമ്പിള്ളേർ നോ കേൾക്കുവാൻ ശരിയാണ്. പെൺകുട്ടി എന്ത് ചെയ്യണം? ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന എല്ലാ പ്രണയത്തെയും അകറ്റി നിർത്തണം. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി പ്രണയത്തിൽ കുടുങ്ങിയാൽ ഒരിക്കലും അവൾ കെമിസ്ട്രി പാസ്സാവില്ല. കാരണം കാമുകനെ കാണും എല്ലാത്തിലും. ലൈഫ് ടോട്ടലി ലക്ഷ്യം മറന്നുപോകും. പ്രണയമൊക്കെ ഹിന്ദുവിലുള്ളത്ര ഒരു മതത്തിലില്ല.
ഉമ മഹേശ്വരനെ പ്രണയിച്ചതുപോലെയുള്ളൊരു പ്രണയം ഉണ്ടായിട്ടില്ല. സതീദേവി ദക്ഷമഹായാഗത്തിൽ ആത്മാഹുതി നടത്തി പർവ്വതത്തിന്റെ മകളായിട്ട് വീണ്ടും പുനർജനിച്ചു പാർവതിയായിട്ട്, ഹിമവാന്റെ പുത്രി ഹൈമവതിയായിട്ട്. അത്ര ആഴത്തുള്ള പ്രണയം ഉണ്ടായിരുന്നു ശിവനും പാർവതിയും തമ്മിൽ. പൂർവജന്മാർജിത പ്രണയം, അത് വല്ലാത്തൊരു പ്രണയമാണ്. ആ രാധ കൃഷ്ണൻ അല്ലേ, നമ്മൾ രാധയും കൃഷ്ണൻ തോഴിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ പ്രണയമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നു. സീതരാമനെ പ്രണയിച്ചതുപോലെ, നളൻ ദമയന്തിയെ പ്രണയിച്ചതുപോലെ, ഉമ മഹേശ്വരനെ പ്രണയിച്ചതുപോലെ പ്രണയമൊക്കെ കണ്ടുപിടിച്ച് തന്നെ നമ്മൾ ഹിന്ദുക്കളാണ്. പ്രണയത്തിന്റെ അനിർവചനീയത കണ്ടുപിടിച്ച് നമ്മൾ ഹിന്ദുക്കളാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളിലെ ക്ലാസിക്കൽ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാവാത്മകമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ശന്തനു മഹാരാജാവിന് ഗംഗയോട് എന്ത് തോന്നി? പ്രണയം. പ്രണയം കല്യാണം ആയി മാറണം. ലവ് ആഫ്റ്റർ മാരേജ്, ബിഫോർ മാരേജ്, രണ്ടും രണ്ടാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പുള്ള പ്രണയവും കല്യാണ ശേഷമുള്ള പ്രണയവും രണ്ടും രണ്ടായിരിക്കും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ മിഥുനം എന്നുള്ള സിനിമ കാണും, കണ്ടിട്ടില്ലേ? നമ്മുടെ ഉർവശി മോഹൻലാൽ തട്ടിക്കൊണ്ടുപോയി. കാരണം റിയാലിറ്റിയാണ് ലൈഫ്. പ്രണയം എന്ന് പറഞ്ഞാൽ ഡ്രീമാണ്, സ്വപ്ന. സ്വപ്നത്തിന്റെ ലോകത്താണ് പ്രണയം ജീവിക്കുന്നതെങ്കിൽ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്താണ് ലൈഫ്, ജീവിതമുള്ളത്. ഇപ്പൊ പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോൾ ഒരു പുരുഷന് 2 ഭാര്യമാരുണ്ടാവും, ഒരു ഭാര്യയ്ക്ക് 2 ഭർത്താവുണ്ട്. അതേതാ? സങ്കല്പത്തിലെ ഭാര്യയും ജീവിതത്തിലെ ഭാര്യയും. സങ്കല്പത്തിലെ ഭർത്താവും ജീവിതത്തിലെ ഭർത്താവും. സങ്കല്പത്തിലെ ഭർത്താവിനെ കൊന്നിട്ട് വേണം ജീവിതത്തിലെ ഭർത്താവിനെ സ്വീകരിക്കാൻ. സങ്കല്പത്തിലെ ഭാര്യയെ കൊന്നിട്ട് വേണം ജീവിതത്തിലെ ഭാര്യയെ സ്വീകരിക്കാൻ. ജീവിതം എന്ന് പറയുമ്പോൾ അത് റിയൽ ആണ്. അതിൽ വികാര, വിവേക, സങ്കല്പ, സ്വപ്ന ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. പരിഹാരം അതിന്റെ കൂടെ തന്നെ ജനിച്ചിട്ടുണ്ട്. രാമനുണ്ടെങ്കിൽ രാവണനുണ്ടാവും, കൃഷ്ണനുണ്ടെങ്കിൽ കംസനുണ്ടാവും. പ്രശ്നങ്ങളൊക്കെ കുടുംബങ്ങളിലൊക്കെ വരും. പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും അതിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് കലഹിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കലഹം 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കലഹം വളരെ സൗന്ദര്യമുള്ള കലഹാരിക്കും. കലഹിച്ചു കഴിഞ്ഞാൽ നാളെ വീണ്ടും കലഹിക്കണമെന്ന് തോന്നും. ഈ 3 നിയമങ്ങൾ പാലിക്കണമെന്ന് മാത്രം. 1, കലഹം സബ്ജക്ട് ഓറിയന്റ് ആയിരിക്കണം. മീൻസ് ഭാര്യയും ഭർത്താവും കലഹിച്ചത് ചക്കയെ കുറിച്ചാണ് എങ്കിൽ അത് ചക്കയിൽ തുടങ്ങി ചക്കയിൽ തുടർന്ന് ചക്കയിൽ തന്നെ അവസാനിപ്പിക്കണം. ഇത് തുടങ്ങിയ ചക്കയിലായിരിക്കും, പക്ഷെ മാങ്ങ, ചേന, ചേമ്പ്, ചുണ്ണാമ്പ് ഇങ്ങനെ സംഭവം അങ്ങോട്ട് വഴിമാറും. മനസ്സിലായല്ലോ? അപ്പൊ ചക്കയിൽ തുടങ്ങി ചക്കയിൽ അവസാനിപ്പിക്കുന്ന ആ കലഹത്തിന്റെ പേരാണ് സബ്ജക്ട് ഓറിയന്റ് ആയ കലഹം. 2, ഗിവ് റെസ്പെക്ട് എന്നുള്ളതാണ്. ബഹുമാനം കൊടുക്കണം കലഹിക്കുമ്പോൾ. പരസ്പര ബഹുമാനത്തിന് അഭിമാനം എല്ലാവർക്കും ഉണ്ട്. അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഒരു കലഹവും പാടില്ല. 3, ഇണക്കത്തിന്റെ ആയുസ് ലൈഫ് ടൈമാണ്. പിണക്കത്തിന്റെ ആയുസ് നൈമിഷികമായിരിക്കും. 90 വയസ്സുള്ള മുത്തശ്ശന്റെ അരികിൽ 85 വയസ്സുള്ള മുത്തശ്ശി എന്തിനാ കിടന്നുറങ്ങുന്നത്? കാമാണോ പ്രേമാണോ? സ്നേഹമാണ്. ഭാരതത്തിന്റെ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഇതാണ്. മഹാഭാരതത്തിൽ വളരെ വൈകാരികമായ രംഗമുണ്ട്. മഹാസാമ്രാജ്യം പൊരുതി നേടിയ പാണ്ഡവന്മാർ 100 പേരും കൊന്ന് മഹാസാമ്രാജ്യം വാങ്ങി അമ്മയുടെ പാദങ്ങളിൽ, കുന്തിയുടെ പാദങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. ഇനി മുതൽ കുന്തി ആരാ? കാട്ടിലും മേട്ടിലും തന്റെ മക്കളെ പോറ്റാൻ വേണ്ടി ഭ്രാന്തിയെ പോലെ അലഞ്ഞ ഒരമ്മ. ഒരേ ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയി. ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിന്നീട് ഒരിക്കലും തെറ്റ് സംഭവിക്കാത്ത സ്ത്രീയാണ്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. തെറ്റൊരു അനുഭവമായിട്ട് തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കുഴിയിൽ വീഴുന്ന തെറ്റല്ല, കിടക്കുന്നതാണ് തെറ്റ്. കുന്തി നമ്മളെ പഠിപ്പിക്കും. കല്യാണത്തിന് മുമ്പൊന്ന് പ്രസവിച്ചു പോയി, പാടില്ലൊരിക്കലും. ഭാരതം ഒരിക്കലും അത് അംഗീകരിക്കില്ല, അന്നും ഇന്നും അംഗീകരിക്കില്ല. കല്യാണത്തിന് മുമ്പ് പ്രസവിക്കാൻ പറ്റുമെന്ന് പരീക്ഷിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഭാരതം പറ്റില്ല. രാജകുമാരി കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചു. അതാണ് കുന്തിഭോജന്റെ മകൾ. യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പ്രജകള്. അപ്പോഴാണ് രാജാവിന്റെ മോള് കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചാൽ നാട്ടിലെ പെമ്പിള്ളേരുടെ അവസ്ഥ എന്താവും? ആരെയാണ് ഇവര് മാതൃകയാക്കുക? ഒരു തെറ്റ് പറ്റിപ്പോയി കുന്തിക്ക്, പിന്നീട് ഒരു തെറ്റും പറ്റിയില്ല. മഹാസാമ്രാജ്യം യുധിഷ്ഠിരൻ കൊണ്ടുവന്ന് പാദങ്ങളിൽ വെച്ചിട്ട് പറയുന്നു, അമ്മേ രാജമാതാവേ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക്. രാജമാതാവേ. അരക്കില്ലത്തിലൂടെ ചുടാൻ പോയതും കാട്ടുപോയതും മേട്ടുപോയതും എന്തൊക്കെ കഷ്ടതകളും യാതനകളും സഹിച്ച ഒരു സ്ത്രീയ. എന്ത് സുഖാണ് അവരറിഞ്ഞത്. നല്ല യുവത്വത്തിലാണ് ഭർത്താവ് മരിച്ചു പോകുന്നത്.
ഭർത്താവിന്റെ സുഖമില്ലാതെ മാതൃയും മരിച്ചു പോയപ്പോ ആ മാതൃയുടെ മക്കൾ 2 നകുലിനെയും സഹദേവനെയും 3 മക്കളെയും കൊണ്ട് ഈ അമ്മ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് ഏതൊക്കെയാ. ഇപ്പോഴിതാ സുഖത്തിന്റെ പറുദീസയിലേക്ക് ഈ അമ്മ വന്നിരിക്കുകയാണ്. രാജമാത ശിവഗാമി ദേവി. ബാഹുവിനെയൊക്കെ കണ്ടിട്ടില്ലേ? വലിയ പവർഫുൾ അവസ്ഥയാണ്. രാജാവിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അതേതാ അവസ്ഥ. ഈ സമയത്ത് കുന്തി പറയുന്നൊരു വാക്കുണ്ട്. ആ നിൽക്കുന്ന 2 പേരെ കാണുന്നുണ്ടോ? കണ്ണ് കാണാത്ത അച്ഛനും കണ്ണ് കാണാത്ത അമ്മയും, ധൃതരാഷ്ട്രനും ഗാന്ധാരിയും. അവർക്ക് 100 ആൺമക്കളുണ്ടായിരുന്നു. ഒരാള് പോലും ഇന്നില്ല. എന്റെ 2ാമത്തെ മോൻ ഇവരെല്ലാം തല്ലിക്കൊന്നാളഞ്ഞു. അതുകൊണ്ട് അവർ കാട്ടു പോകുമ്പോ അവരെ പരിചരിക്കുവാൻ ഞാനും കാട്ടിലേക്ക് പോവുകയാണ്. കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുകയാണ് പാണ്ഡവന്മാർ. അമ്മയില്ലാതെ ഞങ്ങൾ എന്തിനാണ് പൊരുതിയിട്ട് ഈ സാമ്രാജ്യം വാങ്ങിയത്? അപ്പൊ ആ അമ്മ പറയുന്നു, ഇവരെ പരിചരിക്കുന്നതിനേക്കാൾ വലിയൊരു സാമ്രാജ്യത്തിലെ അധിപയായി എനിക്ക് ആവേണ്ടതില്ല എന്ന്. ഒടുവിൽ കാട്ടുതീയിൽപ്പെട്ട് 3 പേരും വെന്തും മരിച്ചുപോയി. അല്ലെ, മഹാഭാരതത്തിൽ വായിച്ചിട്ടില്ലേ? കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിച്ചുപോയി. ഇതാണ് ഭാരതത്തിലെ സ്ത്രീകൾ. ഇതാണ് ഭാരതത്തിന്റെ സ്ത്രീ പാരമ്പര്യം. ടി വി തുറന്നാൽ സ്വപ്ന, സരിത, സ്വപ്ന, ഏതൊക്കെയാണ് ഇത്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അല്ലെ, നമുക്ക് കനകദുർഗ ബിന്ദുവിനെ അറിയില്ലേ? മാതൃകയാക്കേണ്ട മഹിളാ രത്നങ്ങളാണോ? അല്ല. നമ്മുടെ രഹന ഫാത്തിമയാ? ഇവരൊക്കെ നമുക്ക് പരിചയമുണ്ടല്ലോ. പക്ഷെ 16 സ്ത്രീ രത്നങ്ങളെ കുറിച്ച് സാമാന്യ ഹിന്ദുവിനോട് ചോദിച്ചാലോ നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നവരായത്. 16 സ്ത്രീ രത്നങ്ങളെ കുറിച്ച് നമ്മുടെ പെൺമക്കളെ പഠിപ്പിക്കണം 10 വയസ്സിനുള്ളിൽ. ഒരു ലവ് ജിഹാദ് ട്രാപ്പിലും കുട്ടികൾ പെടില്ല. അരുന്ധതി, അനസൂയ, സാവിത്രി, ജാനകി, സതി, ദ്രൗപദി, കണ്ണകി, ഗാർഗി, മീര, ദുർഗാവതി, ലക്ഷ്മി, അഹല്യ, ചെന്നമ്മ, രുദ്രമാമ്പ, നിവേദിത, ശാരദാദേവി, പ്രണമ്യ, മാതൃദേവത, ഏകാത്മത സ്തോത്രം പറയും. ഈ 16 സ്ത്രീരത്നങ്ങൾ, ധീര വനിതകൾ. അങ്ങനെ 1000 ധീര വനിതകളെ മഹാഭാരതം നമ്മളെ പരിചയപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ശന്തനു മഹാരാജാവ് ആരെ കണ്ടു? ഗംഗയെ കണ്ടു. ഗംഗയോട് പ്രണയം പറഞ്ഞു. ഗംഗ പറഞ്ഞു, ഓക്കെ, കല്യാണം കഴിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ എന്ത് ചെയ്താലും ഒരു വാക്ക് ഇങ്ങോട്ട് പറയുന്നു. ഇങ്ങനൊരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കോ? അല്ല, ഇങ്ങോട്ടാണ് ചോദ്യം. ജീവിതം കട്ടപ്പുകയായിരിക്കും. എന്തു പറഞ്ഞാലും നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും സംഘർഷങ്ങളായിരിക്കും. അഭിപ്രായ സമന്വയങ്ങളില്ലാത്ത ജീവിതം മുന്നോട്ട് പോവില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പിന്നീട് പെട്ടെന്ന് അഭിപ്രായ സമന്വയം ഉണ്ടാവും. എന്റെ ആശയങ്ങൾ മാത്രം നടപ്പിലാക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ല കുടുംബം. എനിക്ക് രാവിലെ ഇഡ്ഡലി ഇഷ്ടമല്ല എന്ന് കരുതുക, എന്നാൽ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഞാനത് ഭക്ഷിക്കേണ്ടതാണ്. കാരണം എന്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കപ്പെടേണ്ട സ്ഥലമല്ല കുടുംബം. എന്റെ കുടുംബത്തിൽ 5 പേരോ 6 പേരോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വ്യത്യസ്ത ഇഷ്ടങ്ങളാണ്. ഒരു ഭക്ഷണ കാര്യത്തിൽ പോലും നമുക്ക് ഏക അഭിപ്രായം ഉണ്ടാവില്ല. ഒരു തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേ നിറം ഇഷ്ടപ്പെടില്ല. ഒരു സദ്യ വന്നു കഴിഞ്ഞാൽ ആ സദ്യയിൽ എല്ലാ വിഭവങ്ങളും എല്ലാവരും കഴിക്കില്ല. ഓരോ മനുഷ്യനും ഡിഫറൻ്റ് ആണ്. പൂർവജന്മാർജിതമായ ഓരോ ജന്മങ്ങളാണ്, ആത്മാക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് നൽകിയത് ശരീരത്തെ മാത്രമാണ്. അമ്മയുടെ അണ്ടവും അച്ഛന്റെ ബീജവും ഗർഭപാത്രത്തിൽ 10 മാസം വളർന്ന സമയത്ത് നമ്മൾ കുഞ്ഞായി വന്നു. ആത്യന്തികമായിട്ട് മാതാപിതാക്കൾ മനസ്സിലാക്കണം, മക്കൾ എന്ന് പറയുന്നത് ആത്മാവിനെ കൊടുത്തത് നമ്മളല്ല. ആത്മാവിനെ കൊടുത്ത് നമ്മളല്ല. അങ്ങനെയാണ് 3 മക്കളുടെ 3 ഒരേ കോലത്തിലായിരിക്കണം. അങ്ങനെയല്ല, നമ്മൾ കൊടുത്തത് ശരീരത്തെ മാത്രമാണ്. അതിന്റെ നിമിത്തങ്ങളാണ് അച്ഛനും അമ്മയും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കളെ കിട്ടിയെന്ന് വരില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരും ഇല്ല, മക്കൾ വളരണമൊന്നുമില്ല. നമുക്കങ്ങനെ പല സ്വപ്നങ്ങളും മക്കളെ കുറിച്ചുണ്ടാവും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിൽ നിരാശപ്പെടേണ്ട ഒരാവശ്യമില്ല. കാരണം മക്കൾക്ക് കൊടുത്തിരിക്കുന്നത് ആത്മാവരുടെ പൂർവ്വജന്മാർജിത സംസ്കാരത്തിൽ ഈ അമ്മയുടെ വയറ്റിൽ ജനിച്ചതാണ്. ആ കുട്ടി പൂർവ്വജന്മാർജിതമായ ഒരു സംസ്കാരവുമായിട്ട് ഈ പ്രദേശത്തെ ഒരു സ്ത്രീയുടെ, ഒരു പുരുഷന്റെ ബീജവും അണ്ടവുമായിട്ട് ശരീരരൂപത്തിൽ വന്നപ്പോൾ ഇതിന് പ്രാണൻ എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി പ്രാണൻ? നോക്കൂ, ഒരു സുന്ദരിയായ സ്ത്രീ, ഒരു ദിവസം അവിടെ കാലിലൊരു മുറിവുണ്ടായി. മുറിവ് ഉണങ്ങുന്നില്ല. ഷുഗർ കഴിക്കുമ്പോൾ 300 കഴിഞ്ഞിരിക്കുന്നു. ഷുഗർ വീണ്ടും കയറി. ആള് മരിച്ചു എന്ന് പറഞ്ഞപ്പോ കാല് വെട്ടാൻ പറഞ്ഞു. കാല് വെട്ടുമില്ല? വെട്ടും. അപ്പൊ ഞാൻ കാലാണോ? അല്ല, കാല് പോയിട്ടും ഞാൻ ബാക്കിയുണ്ട്. കൈവെട്ടാൻ പറഞ്ഞാലോ?
വെട്ടും. കണ്ണെടുക്കാൻ പറഞ്ഞാലോ എടുക്കൂല. നിങ്ങൾ മെഡിക്കൽ കോളേജൊക്കെ ചെന്ന് നോക്കൂ, ഷുഗർ കയറിയിട്ട് തലച്ചോറിലേക്ക് പഴുപ്പ് കയറുമ്പോൾ കണ്ണെടുത്ത് ഒരുപാട് ആളെ കാണാം. ഞാൻ മരിക്കാതിരിക്കാൻ കണ്ണെടുത്തു. പിന്നെ നമുക്ക് കണ്ണിന് വേണ്ടി കാഴ്ചയില്ലാത്ത കവിതകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാടുക. അപ്പോഴാണ് ഒരു പ്രശ്നം വന്നത്. നിങ്ങൾ നാളെ രാവിലെ മരിക്കും. ഇന്ന് ഈ മെഡിസിൻ കഴിച്ചാൽ നിങ്ങൾ മരിക്കില്ല, ഈ ഗുളിക കഴിച്ചാൽ നിങ്ങൾ മരിക്കില്ല. നാളെ രാവിലെ ഗുളിക കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കിടക്കും, നാട്ടുകാരൊന്ന് അയ്യോ എന്നെ ഇട്ടിച്ച് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കാം. ഗുളിക കഴിച്ചാൽ ഒരു കുഴപ്പമുണ്ട്, നാളെ നിങ്ങൾ മുഴുവൻ ഭ്രാന്തനായിരിക്കും, മെന്റലാവും. ചില ഗുളിക കഴിച്ചാൽ മൈൻഡ് നഷ്ടപ്പെട്ടില്ലേ, ചില മെഡിസിനൊക്കെ കഴിച്ചാൽ മൈൻഡ് നഷ്ടപ്പെട്ടു, മെന്റലായി പോവും. നാളെ രാവിലെ ഒന്നുകിൽ നിങ്ങൾ ഭ്രാന്തൻ, അല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ മരിക്കും. ഇങ്ങനെ ഒരു ഗുളിക കഴിക്കേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കഴിക്കോ? നാളെ മുതൽ ഉടുതുണിയില്ലാതെ ഈ ടൗണിൽ കൂടെയൊക്കെ ഓടിപ്പോന്ന ഭ്രാന്തനാവോ നിങ്ങൾ? ആവോ? അപ്പം ഗുളിക കഴിക്കും. അല്ല, ഗുളിക കഴിക്കൂല. നാളെ രാവിലെ മരിക്കും. നാളെ രാവിലെ മരിക്കോ? ഇല്ല. നാളെ രാവിലെ മരിക്കണമോ നാളെ രാവിലെ ഭ്രാന്തനാവണമോ എന്ന് ഒരു ഇത് ചുമ്മാ സങ്കല്പിച്ചാൽ മതി എന്ന് ഞാനൊരു ആശയം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നാളെ രാവിലെ നമ്മൾ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ ഒരു പായിൽ കിടക്കുന്നുണ്ടാവും ശവമായിട്ട്. ഇത് രണ്ട് അവസ്ഥ മുന്നിൽ വന്നാൽ ഒന്നുകിൽ മൈൻഡിനെ നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ പ്രാണനെ നിലനിർത്തണം. പ്രാണൻ വേണമോ മനസ്സ് വേണമോ? മനസ്സിനെ നഷ്ടപ്പെടല്ലേ ഭ്രാന്ത് അല്ലേ? മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ ആക്കലാണ് സമചിത്തത. സമചിത്തത ഇല്ലാതായി പോകുക ഏതാണ്? ചിത്തത്തെ നഷ്ടപ്പെടുന്നത് മനസ്സിനെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഭ്രാന്ത്. അപ്പൊ നാളെ രാവിലെ ഞാൻ ഭ്രാന്തനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിനെ കൈവിട്ടു. ഞാൻ നാളെ രാവിലെ മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാണനെ കൈവിട്ടു. പ്രാണനും മനസ്സും തമ്മിലൊരു സംഘർഷം നടക്കുമ്പോൾ പ്രാണൻ ജയിക്കുമോ മനസ്സ് ജയിക്കുമോ? മനസ്സിലായിക? പ്രാണനാണ് ജയിക്കുക. കാരണം നിങ്ങൾ ഒരിക്കൽ കൂടി ഡോക്ടറെ വിളിക്കും, സർ ഈ ഗുളിക കഴിക്കുന്നത് ഞാൻ നിർത്തിയാൽ ഞാൻ പഴയ ആളാകുമോ? അപ്പൊ സാറ് പറയാണ് സാധ്യതയുണ്ട്. നിങ്ങൾ 30 ദിവസം മെഡിസിൻ കഴിച്ചോളൂ, 30 ദിവസമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഭ്രാന്തനാവും. 31-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യും? ശരിയാവും. ഇപ്പൊ കഴിക്കില്ലയോ? ഒരു 30 ദിവസം ഭ്രാന്തനായിപ്പോ എന്താ കുഴപ്പം? ഇനി ഇത്ര കൊല്ലമുണ്ട് നമുക്ക്. നിങ്ങൾ 84 വയസ്സ് വരെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്നത് ശതാഭിഷേകം 84 വയസ്സ് വരെയാണ്. നീ ഇപ്പോൾ ടോട്ടൽ 64 വയസ്സേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ട്? 20 കൊല്ലം ഇനിയുണ്ട്. അപ്പൊ 20 കൊല്ലം ഇനിയുണ്ട്, ഒരു മാസേ നിങ്ങൾ ഭ്രാന്തനാവേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി 19 കൊല്ലവും 11 മാസവും ഇല്ലേ? അപ്പൊ ഗുളിക കുടിക്കുമല്ലോ. സാറ് പറഞ്ഞ സാമാന്യമായ പലരും ഇതിലുണ്ടാവാം. സാമാന്യം നമ്മൾ ഗുളിക കുടിക്കും. ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ മൈൻഡ് നഷ്ടപ്പെട്ടു. കാല് പോയി, കൈ പോയി, കണ്ണ് പോയി, മനസ്സ് പോയാൽ ബുദ്ധി പോകും. മനസ്സ് സങ്കല്പ വികല്പനങ്ങളാണെങ്കിൽ തീരുമാനം ബുദ്ധിയുടേതാണ്. ബുദ്ധിയും മൈൻഡും പരസ്പര പൂരകങ്ങളാണ്. മൈൻഡ് ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റേത് നഷ്ടപ്പെടും. അപ്പൊ മനസ്സിനെയും ബുദ്ധിയെയും പഞ്ചേന്ദ്രിയങ്ങളെയും കണ്ണും കൈയും നഷ്ടപ്പെടുത്തിയിട്ടും നമ്മൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഈ ഞാൻ ആരാണ് ഈ ഞാൻ? നമ്മളിതൊക്കെ ഉപേക്ഷിച്ചു. ഇതാ മനസ്സും പോയി ബുദ്ധിയും പോയി, നാളെ മുതൽ വട്ടനാണ്. എന്നിട്ടും നമ്മൾ ബാക്കിയാവുന്നുവെങ്കിൽ മനസ്സിനേക്കാൾ ബുദ്ധിയേക്കാൾ പഞ്ചേന്ദ്രിയങ്ങളെക്കാൾ ശരീരഭാഗങ്ങളെക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്ന ആ ഒന്നിന്റെ പേരാണ് പ്രാണൻ അഥവാ ആത്മാവ്. ആത്മാവ് ശരീരത്തെ സ്വീകരിച്ചാൽ ജനനം, ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ചാൽ മരണം. ശരീരം മരിക്കുന്നുണ്ടോ? മരിക്കുമോ ശരീരം? ശരീരം എങ്ങനെ മരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, മസ്തിഷ്ക മരണം സംഭവിച്ചു. നിങ്ങളുടെ കണ്ണ് പറക്ക് ഭാവമല്ലേ? കണ്ണ് മരിക്കുമോ? നിങ്ങളുടെ ഹൃദയം മറ്റൊരാൾക്ക് ഭാവമല്ലേ? നിങ്ങളുടെ സ്കിന്ന് പോലെ എടുത്തില്ല, നമ്മുടെ സ്കിന്നെടുത്ത് വെക്കൂലേ? വെക്കും. ശരീരത്തിൽ നിന്ന് ഏകദേശം ഒരു 10-30 പാർട്സുകൾ എടുത്തിട്ട് മറ്റൊരാളുടെ ശരീരത്തിലൂടെ വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ മരിച്ചു, എന്റെ കണ്ണ് പറഞ്ഞാടെ പ്രകാശിക്കുന്നില്ലേ? ഇപ്പൊ കണ്ണ് മരിച്ചോ? ഹൃദയം മരിച്ചോ? സ്കിന്ന് മരിച്ചോ? പിന്നെ എന്തോന്നാ മരിച്ചത്? ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ചു. ആത്മാവ് ഉപേക്ഷിച്ചു. ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ ദിവസവും ക്ഷയിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ആലോചിച്ച് നോക്കൂ, ആത്മാവ് ശരീരത്തെ സ്വീകരിച്ചാൽ ജനനം, ഉപേക്ഷിച്ചാൽ മരണം. ജാതസ്യ ധ്രുവവും മൃത്യു ധ്രുവം ജന്മം മൃതസ്യ തസ്മാത് പരിഹാരാർത്ഥ്യേ
നത്വം ശോചിതു ബർഹസി. ഭഗവാൻ ഗീതയിൽ അർജുനോട് ആദ്യം തന്നെ പറയുന്ന ഒരു ശ്ലോകമായി. ജാതസ്യ ധ്രുവോ മൃത്യുഹു, ജനിച്ചാൽ മരണം നിശ്ചയം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാളെ ലോട്ടറി അടിക്കുമോ, കാർ എടുക്കുമോ, ബംഗ്ലാവ് എടുക്കുമോ ഒരു ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു ദിവസം എന്ത് വരും? മരണം നിശ്ചയമായും വരും. പക്ഷെ അനിശ്ചിതത്വമുണ്ട്, ഇതെപ്പോ വരും എന്നറിയില്ല. ആകെയുള്ള സമാധാനം ഇതാണ്, ഇതെപ്പോ വരും എന്നറിയില്ല. അതിന്റെ പേരാണ് പ്രാരബ്ധം. തീർന്നാലേ മരിക്കും. പ്രാരബ്ധമല്ല കേട്ടോ, അത് നമ്മളെ കഴിവുകളുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് പ്രാരബ്ധം. ഗർഭസ്ഥ പ്രാരബ്ധം. അമ്മയുടെ വയറ്റിൽ കിടന്ന് ഇങ്ങനെ കളിച്ചു, പുറത്തേക്ക് വന്നു, കുട്ടി മരിച്ചു. കേട്ടിട്ടില്ലേ? കാണാറുണ്ടല്ലോ. പ്രാരബ്ധം തീർന്നു. 5-ാമത്തെ വയസ്സിൽ മരിച്ചു. 20-ാമത്തെ വയസ്സിൽ ബൈക്ക് കൊണ്ടുപോയി പാണ്ടി ലോറിയുടെ അടിയിൽ കയറ്റി മരിച്ചു. 50-ാമത്തെ വയസ്സിൽ രാവിലെ വിളിച്ചു നോക്കുമ്പോൾ ആളെണീക്കുന്നില്ല, മരിച്ചു പോയി. പ്രാരബ്ധം കഴിഞ്ഞു. ചില ആളുകൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ 110 വയസ്സ് കഴിഞ്ഞാൽ മരിക്കൂല. ഈ കിടന്നിടത്ത് തന്നെ 1-നും 2-നും പോയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടാവും. ആരോടും പറയണ്ട. അപ്പൊ ഇവരൊരു പൂജ നടത്തും മരിക്കാൻ വേണ്ടിയിട്ട്. ശാക്തേയത്തിൽ കുടി. നിങ്ങൾ ഇവിടെ ഉണ്ടത് ഇതല്ലേ? ശാക്തേയത്തിൽ കുടി എന്ന് പറയും. എന്താണെന്ന് അറിയില്ല. പൂജ കഴിഞ്ഞ് 2 ദിവസം ഇയാൾ തട്ടിപ്പോവും. പൂജക്ക് വലിയ പൈസയാണെന്നേ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞ്, ഈ ഭൂമിയൊന്ന് കാണാത്ത കുഞ്ഞ്, ജനിച്ചുടൻ മരിച്ചു പോകുന്ന കുഞ്ഞ് പ്രാരബ്ധം തീർന്നാൽ കഴിഞ്ഞു. 110 വയസ്സിൽ മരിക്കാതെ പൂജ നടത്തി മരിപ്പിക്കുന്ന മുത്തശ്ശൻ പ്രാരബ്ധം തീരാതെ പോവില്ല. അഹമ്മദാബാദ് വിമാന ദുരന്തം ഒരൊറ്റ ഒരുത്തം മാത്രം രക്ഷപ്പെട്ടു. അല്ലേ? റീസെന്റ് ഒരേ ഒരാൾ. പുറ്റിൽ വെടിക്കെട്ട് ദുരന്തം നടന്ന സമയത്ത് അവിടെ 92 ആൾ മരിച്ചു. സ്വാഭാവികം, കൊല്ലത്ത്. പക്ഷെ അവിടുന്ന് ഒരു കോൺക്രീറ്റ് പാളി തെറിച്ചിട്ട് 3 കിലോമീറ്റർ അകലെ ഒരു ബൈക്കിന്റെ പിറകിലിരിക്കുന്ന ഒരാളുടെ തലക്ക് കൊണ്ടു. അയാൾ തൽക്ഷണം മരിച്ചുപോയി. എത്ര കവുങ്ങ്, എത്ര തെങ്ങ് ഉണ്ടായതൊന്നിനും കൊണ്ടില്ല. പ്രാരബ്ധം തീർന്നാൽ മരണം ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ തേടി വരും. അതുകൊണ്ടാണ് കാലൻ നാട്ടിൽ വന്നു പറഞ്ഞപ്പോ കാലൻ കടയിൽ കയറിയ സമയത്ത് കാലിനോട് ചോദിച്ചു, നിങ്ങൾ ആരെയും തേടി? ഞാൻ ബിനീഷിനെ തേടി വന്നു, അവന്റെ സമയം ഇന്നാണ്. ബിനീഷ് ഓടിയിട്ട് ചെന്നൈ എക്സ്പ്രസ് കയറി. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു അനീഷിനോട്, കാലിനോട് പറയും എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാനിങ്ങനെ മെയില് കയറി മൂപ്പറ ചായക്കടയിൽ ഇരിക്കാണല്ലോ. അപ്പൊ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഉറങ്ങുമ്പോൾ ഇതിന്റെ ഇടയിൽ വീണ്ടും ആര് മരിച്ചു? ബിനീഷ് മരിച്ചു. അപ്പൊ കാലം പറഞ്ഞു അവിടെയാണ് അവൻ മരിക്കേണ്ടത്. കാലം പറഞ്ഞു എവിടെയാ മരിക്കേണ്ടത്? ചെന്നൈയിൽ അവിടെയാണ് അവൻ മരിക്കേണ്ടത്. അതുകൊണ്ടാണ് എന്നെ കണ്ടപ്പോനോ ഏടെ ഓടിക്കയറിയത്, ഈ മെയിലില് ഓടിക്കയറിയത് എന്ന് പറഞ്ഞു. അപ്പൊ മരണം എന്ന് പറയുന്നത് ജാതിസ്വ ധ്രുവവും മൃത്യുവും അതുപോലെ തന്നെയാണ് പുനർജന്മവും. കയ്യിലിരിപ്പ് പോലെ അടുത്ത ജന്മം ഉണ്ടാവുന്നതാണ്. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ M.M. അക്ബർ എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതനോട് നമ്മുടെ ആളുകൾ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ സൃഷ്ടാവ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടാണോ ഉണ്ടാക്കുന്നത്? അവർക്ക് പൂർവ്വജന്മവും പുനർജന്മവും ഇല്ലല്ലോ. അപ്പൊ ഓരോ മനുഷ്യനെയും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നു. പുതിയ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചില ആൾ ഉണ്ടാക്കുമ്പോൾ എന്താ കണ്ണില്ലാത്തത്? ചില ആൾക്ക് കാര്യമില്ലല്ലോ. ചില ആൾ പുഴുക്കളെ പോലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് ജീവിച്ച് മരിച്ചു പോകുന്നുണ്ടല്ലോ. ചില ആളുകൾ വലിയ കൂനായിട്ട് ജനിക്കുന്നുണ്ടല്ലോ. ചില ആളുകൾ ദുരിതക്കയത്തിൽ ജനിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ദൈവം എന്തുകൊണ്ടാണ് ഈ പക്ഷഭേദം കാണിക്കുന്നത്? ചില ആളുകൾക്ക് എല്ലാം കൊടുക്കുക, ചില ആളുകൾ ജീവിതത്തിൽ ദുരിതം മാത്രം കൊടുക്കുക. എന്തുകൊണ്ട്? ഇയാളൊരു ഉഡായിപ്പ് ഉത്തരം. എന്താ പറഞ്ഞെന്നറിയാം? കുറെ ആളുകളെ കണ്ണിന്റെ വില പഠിപ്പിക്കാൻ വേണ്ടി കുറച്ചാളുകൾക്ക് ദൈവം കണ്ണ് കൊടുത്തില്ല. കുറെ ആളുകളെ കാലിന്റെ വില പഠിപ്പിക്കാൻ വേണ്ടി കുറച്ചാളുകൾക്ക് ദൈവം കാല് കൊടുത്തില്ല. ഇത് എന്തോന്ന് ദൈവമായത്? ഒരമ്മ, ഒരു മനുഷ്യ സ്ത്രീയാണല്ലോ, മൂത്ത മകനെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി ഇളയ മകന് വേദന കൊടുക്കുവോ? 2 മക്കളെ ഇളന്ന് കൂട്ടുക. മൂത്ത മകൻ തല്ലിപ്പൊളിയാണ്, അവനൊന്ന് നല്ലത് പഠിപ്പിക്കണം എന്ന് കരുതി ഇളയ മകനൊരു വേദന കൊടുക്കുവോ? നമ്മള് കൊടുക്കില്ല. ഒരു മനുഷ്യ സ്ത്രീ പോലും അങ്ങനെ ചെയ്യില്ലെങ്കിൽ ദൈവം എന്നെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി എന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ വികലാംഗന, നമ്മൾ സർവാംഗൻ എന്നാണ് പറയാ. അപ്പൊ എന്നോട് ദൈവം പറയാണ്, നീ അവനെ കണ്ട് പഠിക്കണം, നിന്റെ നല്ല കാലാണ്, അവന്റെ കാല് ഞാൻ കുറച്ച് വളച്ചിട്ടുണ്ട്, നീ അവനെ കണ്ട് പഠിക്കണം. ഇവന്റെ മുന്നിൽ ദൈവം വന്നാൽ അവനെങ്ങനെ ദൈവത്തോട് പ്രതികരിക്കുക? ദൈവം ഓടേണ്ടി വരും അല്ലേ? എന്നെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി എന്റെ ആൾക്കാരന് കണ്ണു കൊടുക്കാത്ത ദൈവം എന്ത് സങ്കല്പമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഹിന്ദുവിൽ മാത്രമേ ഇതിനൊരു സമാധാനമാണ്. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങളുടെ പൂർവാർജിത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഈ ദുരിതങ്ങൾ വരാൻ കാരണം.
ഇതല്ലാതെ മറ്റൊരു മറുപടി ഉണ്ടാ മതങ്ങൾക്ക്? അല്ലാതെ മറ്റൊന്നുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെയായി? അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇവിടെ ഇഴഞ്ഞു പോകുന്ന ഒരാളെ കണ്ടു, അപ്പൊ അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന അതെങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ലല്ലോ, അവന്റെ കർമ്മഫലത്തിനനുസരിച്ചാണല്ലോ അവനെ ഇഴയുന്നത്. അടുത്ത ജന്മത്തിൽ നമ്മൾ ഇഴയേണ്ടി വരും, നമ്മൾ ഇഴയേണ്ടി വരും. കാരണം നമ്മുടെ കർമ്മഫലം നമ്മൾ രൂപപ്പെടുത്തണ്ടേ. അങ്ങനെ ഇഴയുന്ന ഒരാളെ കാണുമ്പോൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കണം, അയാളെ പരിചരിക്കണം, അയാൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിക്കുവാനുള്ള വിശേഷ ബുദ്ധിയും അടുത്ത് ചെല്ലുവാനുള്ള കാലുകളും കാണുവാനുള്ള കണ്ണുകളും എല്ലാം നൽകിയിട്ടും അത് അവന്റെ കർമ്മഫലമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ വേറെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നരസേവ, നാരായണ സേവ, മാനവ സേവ, മാധവ സേവ എന്ന് പോലും പറഞ്ഞത്. ഭഗവാന്റെ രൂപം എങ്ങനെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ വിഷ്ണു സഹസ്രനാമം എന്താ പറയുന്നത്? സഹസ്ര ശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. എന്റെ ഭഗവാൻ 1000 കൈയുണ്ട്, 1000 കണ്ണുണ്ട്, 1000 കാലുണ്ട്. ഒരു വൃത്തികെട്ട കോലാണ് ഭഗവാൻ. അങ്ങനെയല്ല, ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിന്റെ മുന്നിൽ ആരാണോ കൈനീട്ടുന്നത് ആ കൈകളിൽ ഒരു ഭക്ഷണപ്പൊതി വെച്ചു കൊടുത്താൽ നീ ഭഗവാന്റെ കൈകളിലേക്കാണ് ആ ഭക്ഷണപ്പൊതി വെച്ചു കൊടുക്കുന്നത്. ഈ മഹത്തായ സങ്കല്പാണത്. അപ്പൊ ഇങ്ങനെ അനേക സങ്കല്പങ്ങളെ കോർത്തിണക്കുന്നു മഹാഭാരതം. പറഞ്ഞു വന്നത് ഈ മഹാഭാരത അത്വചാരമൊക്കെ ഒരു 7 ദിവസം പറയേണ്ട കേസാണ് കേട്ടോ. നാളെ കൊണ്ട് തീർക്കാം, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഗംഗയാര് കല്യാണം കഴിച്ചു. ചിലപ്പോ പല കണ്ടീഷൻ വെച്ചുവെങ്കിലും കണ്ടീഷനൊക്കെ കല്യാണം കഴിച്ചങ്ങ് മാറേണ്ടതാണ്. ഗംഗ ഒരു കട്ടക്കും മാറുന്നില്ല. ആദ്യത്തെ വർഷം ഒരു കുട്ടി ഉണ്ടായി, ജനിച്ചുടൻ കൊണ്ടുപോയിട്ട് എവിടെ ഇട്ടു? ഗംഗാ നദിയിലിട്ടു. രണ്ടാമത്തെ കുട്ടി ഉണ്ടായി, അപ്പോഴും നദിയിലിട്ടു. നമ്മൾ ജനിപ്പിച്ച കുഞ്ഞിനെ ഭാര്യ കൊണ്ടുപോയിട്ട് കുളത്തിലിട്ടാൽ നമ്മൾ എന്താ പറയാ? സാമാന്യേന ഒരാണുങ്ങൾ എന്താ പറയാ? അവർക്ക് വട്ടാണെന്ന് നമ്മൾ സമ്മതിക്കുവോ? അവർക്ക് വട്ടാണെന്ന് പറഞ്ഞ് നിൽക്കുവോ? നമ്മൾ സമ്മതിക്കില്ല. വട്ടാണെങ്കിൽ നമ്മൾ ചികിത്സിക്കും, പക്ഷെ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിലിടാൻ സമ്മതിക്കും. പക്ഷേ അതിലേറെ കാമിച്ചു മോഹിച്ചു ഗംഗയെ എന്നതുകൊണ്ട് നോ പറഞ്ഞില്ല. ചിലത് നോ പറയേണ്ടടുത്ത് നോ പറയണം. അത് മക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും. ആ നോ പറയാൻ ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ പിന്നീട് നമ്മുടെ നോ അപ്രസക്തവുമായി പോകും. പിന്നീട് നോ കൊണ്ട് കാര്യമില്ല. അങ്ങനെ 1, 2, 3, 4, 5, 6, 7 കുഞ്ഞുങ്ങളെ ഗംഗ നദിയിൽ ഉപേക്ഷിച്ചു. 8ാമത്തെ കുഞ്ഞ് ജനിച്ച് എടുത്തതും കൈക്ക് പിടിച്ചു, ഗംഗയുടെ വഴിക്കും പോയി. ദാറ്റ് ഈസ് കണ്ടീഷണൽ ലവ്. ലവ് 2 തരമാണ്, കണ്ടീഷണൽ ലവും അൺകണ്ടീഷണൽ ലവും. കുടുംബത്തിൽ അൺകണ്ടീഷണൽ ലവ് അപ്ലൈ ചെയ്യണം. ഒരു കണ്ടീഷനും വീട്ടിലുണ്ടാവരുത്. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കൾ അച്ഛനോടും, അമ്മയോട്. അതുകൊണ്ട് പ്രസവിച്ചതിന്റെ കണക്ക് നിങ്ങൾ ആരും പറയലുണ്ടാവില്ല. ഇനി പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കൊള്ളണം. 10 മാസം നിന്നെ വയറ്റിലിട്ട് ഞാൻ പ്രസവിച്ചതാണ് എന്നൊക്കെ അവൻ പറഞ്ഞു. നിങ്ങളോട് പ്രസവിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അത് ദൈവം നമുക്ക് നൽകിയൊരു ഭാഗ്യമാണ്. അതിന് കണക്ക് പറയരുത്. കണക്ക് പറഞ്ഞാൽ കണക്ക് തിരിച്ചു കിട്ടും. കാരണം നമ്മളെ ആരോ പ്രസവിച്ചത് കൊണ്ടാണ് നമുക്ക് പ്രസവിക്കാൻ കഴിഞ്ഞത്, അല്ലേ? നമ്മളെ ആരോ ഏതൊരമ്മ പ്രസവിച്ചുകൊണ്ടല്ലേ നമ്മൾ ഭൂമിയിൽ ഒരു സ്ത്രീയായിട്ട് ജനിച്ചതും നമ്മൾ കല്യാണം കഴിച്ചതും നമുക്ക് പ്രസവിക്കാനും നമുക്ക് മക്കളുണ്ടാവാനൊക്കെ കഴിഞ്ഞത് നമ്മൾ ഭൂമിയിൽ ജനിക്കപ്പെട്ടതുകൊണ്ടാണ്. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞിനോട് പ്രസവിച്ചതിന്റെയും മുലയൂട്ടിയതിന്റെയും വളർത്തിയതിന്റെയും കണക്കുകൾ പറഞ്ഞു തുടങ്ങുന്നത്, ആ നിമിഷം ആ കുടുംബത്തിൽ കണ്ടീഷണൽ റിലേഷൻ ജനിക്കുന്നു. അങ്ങനെയാണ് വൃദ്ധസാനത്തിലേക്ക് എത്തിപ്പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ കണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ ലവ്. നമുക്ക് കുടുംബത്തിലുള്ള ഒരു കണ്ടീഷനും ഇല്ല. ടി വിയിൽ ഒരു പരസ്യം കണ്ടു. ഭാര്യ ഭർത്താവിനോട് പറയണം, നിങ്ങൾക്ക് കോഫിയാണ് ഇഷ്ടം, എനിക്ക് ചായയാണ് ഇഷ്ടം. അപ്പൊ പറയണം, നിനക്ക് ഞാൻ കോഫി ഉണ്ടായിത്തരും, എനിക്ക് നീ ചായ ഉണ്ടായിത്തരും. എന്തായാലും വെള്ളം വെക്കുന്നു. 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒന്ന് കോഫി ഒന്ന് ചായ ഇട്ടാ പോരെ. ഒരു പരസ്യത്തിൽ പോലും പഠിപ്പിക്കുന്ന കാര്യം എന്താ? കണ്ടീഷൻ ലവ്. നിങ്ങൾക്ക് ഞാൻ കോഫി ഉണ്ടാക്കി തരാം, എനിക്ക് നിങ്ങൾ ചായ ഉണ്ടാക്കി തരണം. 4 പേരൊരു കാറിൽ, 5 പേരൊരു കാറിൽ വരുന്നു, അല്ലേ? കാറിൽ ഇങ്ങനെ എത്തുന്ന സമയത്ത് ഇവര് ചോക്ലേറ്റ് പൊട്ടിക്കുന്നു. അപ്പൊ അതിൽ 4 പീസേ ഉള്ളൂ. അപ്പൊ ഒരുത്തൻ മൂത്രമൊഴിക്കാൻ ഓടുന്നു. അപ്പൊ 4 പേര് ഇത് തിന്നുന്നു. എന്തോന്ന് പരസ്യമായിരുന്നു. ഞാൻ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ ഒരുത്തനോട് മുങ്ങാൻ പറയുന്നു വെള്ളത്തിൽ. അപ്പം ബാക്കി ഒരുത്തൻ മാത്രം മുങ്ങുന്നു, ബാക്കി എല്ലാവരും ചോക്ലേറ്റ്. എന്ത് പറ്റിക്കൽ പരിപാടിയാണിത്? മനസ്സിലായല്ലോ? അപ്പൊ പരസ്യങ്ങൾ പോലും ഒരു തത്വശാസ്ത്രവും ഇല്ല. ആ പരസ്യങ്ങൾ കണ്ട് വളരുന്ന ആള് എന്ത് ചെയ്യും?
5 കൂട്ടുകാരുണ്ട്, 4 പീസ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഇതേ സാധനം അവൻ അപ്ലൈ ചെയ്യും. എവിടെ? അതിന്റെ കൂട്ടുകാരിൽ. നോക്കൂ, അങ്ങ് അകലത്ത് ഒരു എയറോപ്ലെയിൻ പോകുന്നു, മറ്റൊരു എയറോപ്ലെയിൻ നോക്കിക്കുമ്പോ ഇവൻ എന്ത് ചെയ്യും? ഇവർ 4 പേര് ചോക്ലേറ്റ് എടുത്ത് കഴിച്ചാളെ. മറിച്ച് ഒരു മിഠായി ആണെങ്കിൽ അത് 5 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കൗസല്യയുടെ കൈകളിൽ ആ വിശുദ്ധമായ പായസം അല്ലെങ്കിൽ ഔഷധവുമായിട്ട് ദശരഥൻ വന്ന സമയത്ത് കൗസല്യക്ക് വേണമെങ്കിൽ മുഴുവൻ കുടിയാം. പക്ഷെ കാൽഭാഗം മാത്രം ഭക്ഷിച്ചു. കൈകൈ കൊടുത്തു. മന്ദരയെ കാണുന്നതിന് മുമ്പുള്ള കൈകൈ എന്ത് ഡീസന്റ് കൈകൈ ചില ആളുകളുടെ ജീവിതത്തിൽ കാണരുത്. ജീവിതം ഞങ്ങളുടെ നമുക്ക് നായനാക്കി പോകുന്ന പറയും, കൊള്ളായി പോകും. ചില ആളുകളുടെ ജീവിതത്തിൽ കാണണം, എല്ലാ പ്രശ്നങ്ങളും പരിഹാരമാകും. ചില ആളുകൾ ജീവിതത്തിൽ കണ്ടാൽ നമ്മുടെ ജീവിതം ദുരിതക്കയത്തിലായി പോകും. മന്ദരയെ കാണുന്നതിന് മുമ്പുള്ള കൈയെയും കണ്ടതിന് ആഫ്റ്റർ ബിഫോർ ഇങ്ങനെ പറയണം. അല്ലെ, കഷണ്ടിയുടെ പരസ്യം കണ്ടില്ലേ? നമ്മൾ മുടി വെക്കുന്നതിന് മുമ്പ്, വെച്ചതിന് ശേഷം വലിയ ബോർഡ് കാണാം. ഇതുപോലെ മന്ദരയെ കാണുന്നതിന് മുമ്പ്, കണ്ടതിന് ശേഷം. കാണുന്നതിന് മുമ്പുള്ള കൈകൈ ഷെയറിങ് എന്താണെന്ന് പഠിപ്പിച്ചു. കാൽഭാഗം മാത്രം ഭക്ഷിച്ചു, 2 ഭാഗവും സുമിത്ര കൊടുത്തു. അതുകൊണ്ടാവാം സുമിത്ര കേട്ട കുട്ടികളെ, അല്ലേ? ലക്ഷ്മണനും ശത്രുഘ്നും സുമിത്രക്ക്, കൗസല്യക്ക് രാമൻ, കൈകൈക്ക് ഭരതനുണ്ടായി. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഷെയറിങ്. ഈ മഹാഭാരതവും രാമായണമൊക്കെ ഒരുപാട് തത്വങ്ങൾ പഠിപ്പിക്കും നമ്മളെ. അങ്ങനെ ഗംഗ പിണങ്ങിപ്പോയി. അതോടുകൂടി ആ ലവ്